ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കശ്മീരിലെ ഗുൽമാർഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഈ കുതിരപ്പുറത്താണ് വന്നത്. അവരെ ഇവിടെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. കുതിരപ്പുറത്ത് വന്നതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കുറച്ച് റിസ്ക്കി ആയിരുന്നു. കശ്മീരിലെ മഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഗുൽമാർഗിൽ വരണം. മഞ്ഞാണ് ഇവിടെ എല്ലാം. ചളിയും മഞ്ഞും കൂടിയ ഒരു ഇതാണിത്. ഇവിടെ ചായ വിൽപ്പന, അതുപോലെ ചൂടുള്ള ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുൽമാർഗ് എന്ന് പറയുന്നത് കശ്മീരിലെ ഏറ്റവും ഇതാണ്. അപ്പോൾ ഞങ്ങൾ 1000 രൂപയാണ് കുതിരക്ക് കൊടുത്തത്. അത്യാവശ്യം ദൂരമുണ്ട്. 1000 രൂപ മുതലാണ്. അതുപോലെ അങ്ങോട്ടും നടക്കാണ്ടല്ലോ. പിന്നെ 200 രൂപക്ക് ഈ ജാക്കറ്റും പിന്നെ ഈ ഒരു ഷൂവും വാങ്ങി. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചുതരാം. ഇവിടെ നല്ല അടിപൊളിയാട്ടോ കാലാവസ്ഥ. നമുക്ക് നമ്മുടെ ഷൂട്ട് കണ്ട് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതിനായിട്ടാണ് ഈ റബ്ബർ ബൂട്ട്സുകൾ തരുന്നത്. എൻ്റെ കൂടെ വന്ന ആളുകളാണിത്. അതൊക്കെ ഞങ്ങളെ ഒക്കെ ഉള്ളത്. ഇവരൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിൽക്കറിയില്ല. ഞങ്ങൾ 6 പേരാണ് യാത്ര തിരിച്ചത്, 6 കുതിരകളിൽ. ഇവിടെ ഈ മരങ്ങളും ഭയങ്കര ഒരു ബ്യൂട്ടിട്ടോ. കശ്മീരിൽ വരുമ്പോൾ ഒരിക്കലും ഇത് ഗുൽമാർഗ് മിസ് ചെയ്യരുത്. ഇതാണ് നമ്മളെ ഡ്രൈവർ. എന്താ പേരെന്തേത്? മരാ നാം തൻവീർ അഹമ്മദ്. പിന്നെ നാം ഹാറൂൺ ഭായ്. ഇവരാണ് നമ്മളെ കുതിര ഹോഴ്സ് റൈഡേഴ്സ്. സ്കീയിങ് ഒന്നും വേണ്ട, ജസ്റ്റ് വാച്ചിങ്. ഐ ആം ടയർഡ്. ഓ, സ്കീയിങ് ഉണ്ടല്ലേ ഇവിടെ? നോ ഞാനൊന്ന് നോട്ടെ. ഇവിടെ സ്കീയിങ്ങിൻ്റെ ആയിട്ട് കണ്ടില്ല നിങ്ങൾ? സ്കീയിങ് മഞ്ഞിലൂടെ അങ്ങനെ ഇതായി പോകുന്നത്. ഇവരിവിടെ ഫോട്ടോ എടുക്കണോ? സ്കീയിങ്ങിനൊന്നും പോകണില്ല. ഇവിടുത്തെ ആളുകൾ മൊത്തം ഫോട്ടോ എടുക്കണം. ഓ, എന്താല്ലേ ഇവരിവിടെ സ്കീയിങ് ചെയ്യുന്നുണ്ടോ അറിയില്ല. ഫോട്ടോ നല്ല. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ. ഇവിടെ ഒരു മലയാളികളെ കണ്ടിട്ടുണ്ട്. നിങ്ങളെവിടെ സ്ഥലമോ? പാലക്കാട്. ഞങ്ങൾ മലപ്പുറം. 5-6 ആൾക്കാരുണ്ട്. അങ്ങനെ പോയി. അങ്ങനെ അടിപൊളിയല്ലേ? ഞങ്ങള് അങ്ങനെ ട്രെയിനിൽ നിന്ന് വന്നാണ്. ഹിമസാഗർ. ഇവിടെ 3 ദിവസമായി. ഇവിടെ വന്നിട്ട് 3 ദിവസമായി. അങ്ങനെ ഒരു പാക്കേജായി വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 11-ാം തീയതി വന്നു. ഇവിടെ എത്തി. എവിടെയൊക്കെ പോയി? ഫ്ലൈറ്റിന് വന്നില്ലേ? ട്രെയിന്. ഡൽഹിയിൽ നിന്ന് ഏത് ട്രെയിനിന്ന്? ഉദ്ധംപൂരാ? ജമ്മുവിലേക്കല്ലേ? പിന്നെ ജമ്മുന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വേറെ എന്താണ് ഇതെന്താണ് ഇവിടെ? ഇതേനുള്ളൂ. പിന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകളുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ശരി കേട്ടോ. താങ്ക് യു. അങ്ങനെ പാലക്കാട്ടിൽ നിന്നുള്ള ഒരു ഫാമിലി മലയാളികളെ കണ്ടു. മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടം പോലെ മലയാളികൾ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ വേറൊരു ഹൈലൈറ്റ്. അവിടെ ഉള്ളത് മലയാളികളാണ്, പാലക്കാട്ടേര്. ഇത് നമ്മളെ കൂടെ വന്ന ആളുകളാണ്, കോഴിക്കോട്ടുകാരാണ്. അതുപോലെ വേറെ ഉണ്ട്. അവരെ കൂടെ ഇവരെ കുതിര ഇങ്ങോട്ടൊക്കെ കയറി പോകണ്ടല്ലേ? ഇവർ കുറച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തിക്കുന്നു തോന്നുന്നു. 1500-1500 കൈ. അല്ല, എൻ്റെ ഗ്ലൗ കൂടെ. ഗ്ലൗ ഇട്ടിട്ട് നിങ്ങൾ വെറും കൈയായിട്ട് ചെയ്ത് കഴിഞ്ഞതാവും. അതവിടെ ഫോട്ടോ എടുക്കലും ഇതൊക്കെ ഉണ്ട്. ഞാനും പോയോക്കട്ടെ, മറ്റേത് എനിക്ക് ഫോട്ടോ എടുക്കാം ആണ്.
അയ്യോ, ആളുകൾ നടന്നു ഫ്രഷ്. അത്ര തണുപ്പൊന്നും ചേട്ടാ. Rather, if you are not willing to do skiing, you have your phone, you just click the photo in ski with phone. ഇവിടെ സ്കീയിങ്ങിന്റെ പരിപാടി അല്ലേ? ഹൗ മച്ച്? 150 rupees picture. Per person, only. ആ ഫോട്ടോസ് അല്ലേ? ഓൺലി ഫോട്ടോസ് എടുക്കാനാണ്. If you wanna do, you got two options. If you wanna do it on your own without coach, then you have to pay only 800 without coach. If you wanna do with coach who will teach you, then you have to pay extra 400, 1200 with trainer. But we promise you will do alone after 2 rounds. ഫസ്റ്റ് we will there watch. You will do nothing. Oh, you take only for just photo. Yes. No, photo we Only 150 reasonable charges. no sir. There are so many peoples. Okay, hello, look there. All people do ski there. Hello, look there, hello. മോനെ അവിടെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തായിട്ടാ. ആയിക്കോട്ടെ. ഇവിടെ നല്ലൊരു ഫോട്ടോ പോയിന്റ് കിട്ടി. ഈ മരത്തിൽ വെച്ചായിരുന്നു ഫോട്ടോ എടുക്കുക. ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട് കേട്ടോ. ഇന്ന് ആരും ചവിട്ടാത്ത മഞ്ഞാണിത്. ഞാൻ ചവിട്ടി വിട്ടെ. People are enjoying this beautiful area. പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്നത്. അതാണ് പ്രശ്നം. വെള്ളം കൊണ്ടുവന്നിട്ടില്ല. അതിപ്പോൾ വെള്ളം കൂടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഈ വെയിലടിക്കുന്നിടത്ത് ഒന്നെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ല ഫേസ് ഒന്നും കൂടി നല്ല ക്ലാരിറ്റി കിട്ടും. അതാണ്. പിന്നെ നല്ല മരങ്ങൾ പശ്ചാത്തലമാക്കി എടുക്കാം. അങ്ങനെ കഴിഞ്ഞാണ്ട് ഇവിടെ മിനി സ്കീയിങ് ഉണ്ട്. പക്ഷെ അതോടെ ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ. ചെറിയ കുറഞ്ഞ ദൂരം. അതാ എടുക്ക നായ്ക്കുട്ടി പായിന് പായിനോക്കാം. അവരോട് പ്ലേ ചെയ്യുന്നത് അരുവികൾ ഒഴുകുന്നു. സൺറൈസ്. ഇവര് ഇവിടെ മഞ്ഞ് എറിഞ്ഞ് കളിച്ചിട്ട് ആ നായ്ക്കളൊക്കെ കടി കൂടും. അടുക്കല്ല ക്യാമറടാ. എറില്ല അവിടെ ക്യാമറ കേട്ടിട്ടാ. ഇവിടെ ഉണ്ടാക്കിയ വീടുകളൊക്കെ ഇവിടെ നല്ല ഫ്രഷ് മഞ്ഞൾ. ഇവിടെ കണ്ട നായ്ക്കൾ വേറെ ഒരുപാട് നായ്ക്കളുണ്ട് ഇവിടെ. ഇങ്ങനെ അത് ഇവിടുത്തെ അനുസരിച്ചുള്ള നായ്ക്കളാണ്. ഇതൊക്കെ മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കണം. ഇവിടെ എന്താ വെച്ചാൽ ആളുകൾ നടക്കാത്ത മഞ്ഞാണ്. ഇത് ഫ്രഷ് മഞ്ഞ്.
സൂപ്പർ. ഞങ്ങൾ ഈ ഷൂ ആയിട്ട് വാങ്ങിയിട്ടില്ല കണ്ടല്ലോ, പെട്ടുപോയിരുന്നു. മറ്റേ ഷൂ ഇത് ഇവിടെ വരാൻ പറ്റില്ല, ഇവിടെ ഈ ബൂട്ട് ഷൂവിനെ പറ്റുള്ളൂ. തണുപ്പുന്നുണ്ട്, കാല് നല്ല തണുക്കുന്നുണ്ട്. ഇവരിവിടെ കിടന്നും മറിഞ്ഞും ഒക്കെ പോസിങ് ആണ്. എങ്ങനെ എടുത്താൽ ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. ഇപ്പം മരങ്ങളൊക്കെ നോക്കണേ, പുള്ളിയല്ലേ. ഇവിടെ ആർമിയുടെ ഒക്കെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ആർമീൻ്റെ ഒരു കൂടാറുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സൈനികൻ കണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ അവിടെയൊക്കെ കമ്പിവേലി തിരിച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസിനും ഫോട്ടോ എടുക്കലൊക്കെ ആണ്. ഈ മരങ്ങളൊക്കെ നോക്കണേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നൽകുന്നു. ഇങ്ങനെ മഞ്ഞ് മാത്രമല്ല, മരങ്ങൾ ഉണ്ടാക്കുന്നൊരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഞങ്ങളിവിടെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര ഇതായിരുന്നു, ഒരു വന്യത. നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളിൽ, ഞാൻ ഈ ഗെയിം ഓഫ് ത്രോൺസിലെ സീനുകളൊക്കെയാണ് ഈ വിൻ്ററിൻ്റെ ഈ ഒരു ഇത് കാണുമ്പോൾ ഓർമ്മ തന്നെ. ഇന്ത്യയിലെ യൂറോപ്പാണിത്. എടാ എല്ലാവരും കൂടി പിക്ക് എടുത്താ.